നമസ്കാരം, ഞാൻ ഡോക്ടർ JNMG, അമൃത ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, വിനോബ നികേതൻ, നെടുമങ്ങാട് സീനിയർ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആയുർവേദവും കർക്കിടക ചികിത്സയും എന്നതാണ്. സ്വാഭാവികമായും നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് മഴക്കാലം. പക്ഷേ മഴ എത്തുന്നതോടുകൂടി സംഭവിക്കുന്നത് നിരവധി വ്യാധികളും ഒപ്പം ആധികളുമാണ്. എന്താണ് ഇതിന് കാരണം? ജലത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്കൊപ്പം കൊതുകുകൾ പരത്തുന്ന ഡെങ്കി, അതുപോലെ ചിക്കൻ ഗുനിയ, അങ്ങനെ തുടങ്ങി കുരങ്ങ് പനി, അങ്ങനെ അതുപോലുള്ള ധാരാളം രോഗങ്ങൾ നമ്മളെ ആക്രമിക്കുകയാണ്. ഈ മഴക്കാലത്ത് എന്തുകൊണ്ടാണ് മറ്റു കാലങ്ങളിൽ ഈ അസുഖങ്ങൾ ഉണ്ടാകാതെ മഴക്കാലം മാത്രം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ അറിയേണ്ടത്. അതായത് ശിശിരോ അഥ വസന്തശ്ച ഗ്രീഷ്മവർഷ ശരത് ഹിമ എന്ന് പറയുന്ന ശിശിരകാലം, വർഷകാലം, ഹേമന്തകാലം, വസന്തകാലം തുടങ്ങി 6 കാലങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മൾ അനുഭവിക്കുന്നത് മഞ്ഞുകാലം, മഴക്കാലം, വേനൽക്കാലം എന്നീ കാലങ്ങളാണ്. അതിൽ വേനൽക്കാലത്തോടുകൂടി കൊടും വേനലിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഊർജ്ജവും ആരോഗ്യവും നഷ്ടപ്പെടുകയും ശരീരം ബലഹീനമായി മാറുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗങ്ങൾ നമ്മളെ ആക്രമിക്കുന്നത്. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ കർക്കിടകം എന്ന് പറയുമ്പോൾ അതൊരു പഞ്ഞകാലമാണ്, ദുരിതകാലമാണെന്ന് കരുതുന്ന സ്ഥിതി മാറി. കർക്കിടകം വന്നാൽ എനിക്കൊന്ന് ആയുർവേദ ചികിത്സ ചെയ്യാമായിരുന്നു എന്ന് കരുതുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മലയാളികളും ഇപ്പോൾ വിദേശികളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. അതായത് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റുകളനുസരിച്ച്, സങ്കല്പങ്ങളനുസരിച്ച് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന 3 തൂണുകളുണ്ട്. ഒന്ന് വാദം, മറ്റൊന്ന് പിത്തം, മറ്റൊന്ന് കഫം. വാദം എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു 90% ആളുകൾക്കും അറിയില്ല എന്താണ് വാദമെന്ന്. എനിക്ക് ഈ വാദത്തിൻ്റെ അസുഖമാണ്, കാലിനൊക്കെ നല്ല കഴപ്പുണ്ട് എന്ന് പറയുന്നവർക്ക് പോലും ഈ വാദം എന്തെന്നറിയില്ല. യഥാർത്ഥത്തിൽ വാദം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന തലച്ചോറും സുഷുമ്നാകാണ്ഡവും അതിൻ്റെ അനുബന്ധ നാഡീവ്യൂഹങ്ങളും ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിൻ്റെ ഉപോൽപ്പന്നം ആണെന്നിരിക്കെ അതിലുണ്ടാകുന്ന സകല വ്യാപാരങ്ങളും, അത് ദുഃഖമായാലും സന്തോഷമായാലും, ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വാദമാണ്. അപ്പോൾ ഇതിനെ സമീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മറ്റ് 2 ദോഷങ്ങളായ പിത്തവും കഫവും ചലിക്കുന്നത് പോലും, അവയുടെ ഓരോ വ്യാപാരങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് വാദമാണ്. അപ്പോൾ പിത്തമെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ പറയും, അയാളെ കണ്ടിട്ട് പിത്തപ്രകൃതി പോലെ തോന്നുന്നു. എന്താണ് ഈ പിത്തമെന്ന് ഈ പറയുന്നവർക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ തേജസ് അഥവാ അഗ്നി ഭൂയിഷ്ടമായ, കൂടുതൽ അഗ്നിക്ക് പ്രാധാന്യമുള്ള ദോഷമാണ് പിത്തം. ഈ ദോഷമെന്ന് പറയുമ്പോൾ അതിനെന്തോ കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം, ദുഷിപ്പിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് ദോഷം എന്ന് നമ്മൾ ഈ 3 പ്രകൃതികളെയും പറയുന്നത്, 3 ഘടകങ്ങളെയും പറയുന്നത്. പിത്തത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ ആദ്യമായി ആഹാരരസമായി മാറുന്ന സമയം മുതൽ അത് സെല്ലുകളിൽ സംഭവിക്കുന്ന അൾട്ടിമേറ്റ് മെറ്റാബോളിസം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നത് പിത്തമാണ്. എന്തിന് കണ്ണിൻ്റെ കാഴ്ച പോലും അഗ്നിഭൂയിഷ്ടമായ പിത്തമാണ് നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം, ബ്ലഡ്, അതിൻ്റെ പ്രിക്കർസർ എന്ന് പറയുന്നത്, രക്തത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, അത് ഉണ്ടാകുന്നത് പിത്തത്തിൽ നിന്നാണ്. അടുത്തത് കഫം. കഫം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കഫക്കെട്ട് വരുമ്പോൾ പുറത്തേക്ക് തള്ളുന്ന ആ കഫം, അതല്ല കഫം. കഫം എന്ന് പറയുന്നത് അതിൻ്റെ മലഭാവമാണ്. കഫം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വളർത്തുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഘടകമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, ശരീരത്തിൻ്റെ രീതി, ശരീരത്തിൻ്റെ ആകൃതി എല്ലാം നിശ്ചയിക്കുന്നത് കഫമാണ്. അങ്ങനെ ഈ 3 ദോഷങ്ങളും സമീകൃതമായി സന്തുലിത അവസ്ഥയിലെത്തുമ്പോഴാണ് ഒരാൾ ആരോഗ്യവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ആരോഗ്യം ക്ഷയിക്കുന്ന അവസ്ഥയിൽ ഇവയ്ക്കൊക്കെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവയെ നേർവഴിയിൽ എത്തിക്കുന്നതിനാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത്. കർക്കിടക ചികിത്സ എന്തിനാണ് കർക്കിടകത്തിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ മഴക്കാലത്ത് സംഭവിക്കുന്ന ഈ ബലക്ഷയം ആ സമയത്ത് തന്നെ പരിഹരിച്ചാൽ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. ഒപ്പം മറ്റൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് വർഷകാലത്ത്, പ്രത്യേകിച്ചും കർക്കിടകത്തിൽ, ഓഷധികളിൽ
അതായത് നമ്മൾ ചെടികളിൽ ദേവന്മാർ അമൃത് വർഷിക്കുന്നു എന്ന് ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ നിലവിലുള്ള ചെടികളിൽ നിന്നുണ്ടാകുന്ന ഔഷധ വീര്യങ്ങൾക്ക് കർക്കിടകത്തിൽ ഏറെ വീര്യം ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ കർക്കിടക ചികിത്സയിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിൻ്റെ 2 രീതിയിലുള്ള ചികിത്സാ രീതികൾ, ഒന്ന് ശോധന ചികിത്സ, മറ്റൊന്ന് ശമന ചികിത്സ. ശോധനമെന്ന് പറയുമ്പോൾ അമിതമായി ഉണ്ടായിരിക്കുന്ന ദുഷിച്ചിരിക്കുന്ന വാതപിത്ത കഫങ്ങളുടെ മലിനഭാവങ്ങളെ പുറത്തേക്ക് തള്ളുക, എന്നിട്ട് അങ്ങനെ രോഗത്തെ സമീകരിക്കുക. മറ്റൊന്ന് വളരെ കൂടുതലായി അതിന് ശമനം കൂടുതലായിട്ട് ദോഷങ്ങൾ ബൈറ്റേറ്റിരിക്കുന്നത് അല്ലെങ്കിൽ ദുഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം അതിനെ പരിഹരിക്കുക. അപ്പോൾ ഈ ശോധന ചികിത്സയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അറിയാം, പഞ്ചകർമ്മങ്ങൾ 5 കർമ്മങ്ങളാണുള്ളത്. അതായത് വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക, വിരേചനം വയറിളക്കുക, അതുപോലെ നസ്യം മൂക്കിലൂടെ മരുന്നൊഴിക്കുക, പിന്നെ വസ്തി എനിമ പോലെ മരുന്ന് കൊടുത്ത് അത് എണ്ണ കൊണ്ടും, അതായത് മരുന്ന് കൊണ്ടുള്ള എണ്ണ കൊണ്ടും, അതുപോലെ കഷായങ്ങൾ കൊണ്ട് ചെയ്യുന്ന 2 തരം വസ്തികൾ. പിന്നെ സുശ്രുതൻ്റെ മതാനുസരണമാണെങ്കിൽ രക്തമോക്ഷവും നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത് നമ്മൾ അട്ടയിട്ടും അല്ലാതെ പ്രച്ഛാനം കൊത്തിയൊക്കെ അത് രക്തം ദുഷിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് കളറുണ്ട് രക്തത്തെ. ഇവയാണ് പഞ്ചകർമ്മങ്ങൾ. പക്ഷേ ചിലർ വന്ന് പറയാറുണ്ട്, എനിക്ക് ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യണം. ഈ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും എല്ലാവർക്കും എപ്പോഴും ആവശ്യമില്ല. അവരുടെ രോഗാനുസാരണ, അവരുടെ ശരീര അവസ്ഥ അനുസരിച്ച്, അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ പഞ്ചകർമ്മത്തിന് തന്നെ പൂർവ്വകർമ്മങ്ങളെന്നും പശ്ചാത് കർമ്മങ്ങളെന്നും 2 വിഭാഗങ്ങൾ കൂടിയുണ്ട്. പൂർവ്വകർമ്മങ്ങളെന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന എണ്ണയിടൽ, അഭ്യംഗം, അത് സ്നേഹനം, അതിനുശേഷം ചെയ്യുന്ന സ്വേദനം. അതായത് ഈ ദുഷിപ്പിക്കപ്പെട്ട ദോഷങ്ങളെ അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോയി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവയെ എണ്ണയിട്ട് സാന്ത്വനപ്പെടുത്തി തിരിച്ച് അതിനെ ക്ലീനമാക്കി എന്ന് പറഞ്ഞാൽ അതിനെ നുലവുണ്ടാക്കി അതിനെ സ്വേദനത്തിലൂടെ അതായത് ആവി കൊടുത്ത് അത് കിഴിയായാലും അല്ലാത്ത മാർഗങ്ങളിലായി ചെയ്തുകൊണ്ട് ആസന്നസ്ഥാനമായ കോഷ്ടത്തിലെത്തിച്ച് പിന്നെ എന്താണോ ചെയ്യേണ്ടത്, അത് വമനമെങ്കിൽ വമനം, അതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ആ സിറ്റുവേഷൻ അതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ വമനം ചെയ്യുക, അതല്ലെങ്കിൽ വിരേചനം ചെയ്യുക, പിന്നെയും കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ വസ്തി ചെയ്യുക. അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് പഞ്ചകർമ്മം പൂർത്തിയാവുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന അതിൽ തന്നെ ഈ സ്വേദനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്കിഴി, അതുപോലെ വരുന്ന പൊടിക്കിഴി, പിന്നെ ഞവരക്കിഴി, ഇതെല്ലാം പലതരത്തിലുള്ള സ്വേദനങ്ങളാണ്, വിയർപ്പിക്കലുകളാണ്. പിഴിച്ചിൽ എന്ന് നമ്മുടെ കേരളത്തിലെ വൈദ്യന്മാർ ഉണ്ടാക്കിയെടുത്ത വളരെ മഹനീയവുമായ ചികിത്സാ രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരേ സമയം സ്നേഹനവും സ്വേദനവുമാണ്. അങ്ങനെ ഈ കർമ്മങ്ങളെല്ലാത്തിലൂടെ കടന്നു പോകുന്ന ഒരു രോഗിക്ക് കൃത്യമായും എന്ത് പ്രശ്നമുണ്ടെങ്കിലും, രോഗത്തിൻ്റെ ഏതൊക്കെ പ്രശ്നങ്ങളാണ്, രോഗത്തിന് ഇടയാക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്, അതിനെല്ലാം തന്നെ കൃത്യമായും സമീകരിക്കുന്ന കഴിയുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ ആരും അലോപ്പതി ഡോക്ടറെ കാണാറില്ല. ഞാൻ മറ്റൊരു വൈദ്യശാസ്ത്രത്തെ ആക്ഷേപിച്ച് പറയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോമിയോയിലും പോകാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ, അതായത് പൃഥ്വി, തേജോ, വായു, ആകാശം എന്ന് പറയുന്ന മണ്ണും ജലവും അഗ്നിയും ആകാശവും വായുവും കൊണ്ടുണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചം പോലെ തന്നെ നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുണ്ടായിരിക്കുന്ന കുറവുകൾ അത്തരം മരുന്നുകൾ കൊണ്ട് തന്നെ പരിഹരിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുന്ന ആയുർവേദം അത്തരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ പരിഹരിക്കുന്നത്. പക്ഷേ ആധുനിക, അതായത് മോഡേൺ സയൻസിലേക്ക് പോകുമ്പോൾ അവരുടെ കൺസെപ്റ്റ് മറ്റൊന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് കൃത്യമായ ഒരു പശ്ചാത്തലമായ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അത് കർക്കിടകത്തിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും നമ്മൾ ഋതുചര്യകൾ പറയുന്നുണ്ട്, ദിനചര്യകൾ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ മാസത്തെയും ചര്യകൾ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ കർക്കിടക ചികിത്സയിൽ ഇത് മാത്രമല്ല ചികിത്സ. നേരത്തെ ഞാൻ പറഞ്ഞു, ശോധന ചികിത്സയിൽ വരുമ്പോഴാണ് പഞ്ചകർമ്മത്തിന് പ്രാധാന്യം വരുന്നത്. അത് കഴിഞ്ഞ് ശമന ചികിത്സ മാത്രം ചെയ്യേണ്ട വളരെ ചെറിയ രീതിയിലുള്ള ദുഷിക്കൽ മാത്രം വരുന്ന കണ്ടീഷനിൽ, അതായത് ഈ ദോഷങ്ങൾക്ക് നമുക്ക് മരുന്ന് കൊടുത്തും അതിന് മാറ്റങ്ങൾ വരുത്താം. അതിൽ ഏറ്റവും
സിമ്പിളായ വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമുക്കറിയാം കർക്കിടകത്തിൽ കഴിക്കുന്ന ഔഷധക്കഞ്ഞി. അവിടെ ഈ കഞ്ഞിയിൽ ഞവരേരി ചേർത്തുണ്ടാക്കുന്ന ഈ കഞ്ഞിയിൽ പലതരത്തിലുള്ള ദഹനത്തിന് സഹായിക്കുന്നതും ആ രോഗിയുടെ ക്യാരക്ടർ, അതായത് ഓരോ രോഗിക്കും ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ക്യാരക്ടറോടുകൂടി, ബിഹേവിയർ അല്ല ശരീരപ്രകൃതിയോടുകൂടി അതിനനുസരിച്ച മാനസികാവസ്ഥയോടുകൂടി ജനിക്കപ്പെടുന്നവരാണ്. അവർക്ക് എന്തൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ അവരനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അനുഗുണമായ രീതിയിലുള്ള മരുന്നുകൾ ചേർത്തുകൊണ്ടുള്ള രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കൊളസ്ട്രോളർക്ക് ഉള്ളവർക്ക് നമുക്ക് കൊഴുപ്പുള്ള സാധനം ചേർക്കാൻ കഴിയില്ല. അതുപോലെ വാദപ്രകൃതിയായ ഒരാൾക്ക് അതിനനുസരിച്ചുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പറ്റൂ. ഇതെല്ലാം 100% അങ്ങനെ കഴിയില്ല എങ്കിലും ഏകദേശമെങ്കിലും അങ്ങനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലൂടെ, ജീവിത രീതിയിലൂടെ, ദിസ് ഈസ് എ സയൻസ്, ലൈഫ് സയൻസ്, ഇതൊരു ജീവിത ശൈലി മാത്രം നമ്മൾ അടിസ്ഥാനമാക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. അങ്ങനെ ജീവിതത്തെ പരിപുഷ്ടമാക്കുന്നതിലൂടെ, അതിന് അനുയോജ്യമായ ചികിത്സയിലൂടെ പോകുന്നതിലൂടെ 1 വർഷം മുഴുവൻ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും അടുത്ത കർക്കിടകത്തിൽ വീണ്ടും അതിനെ നമുക്ക് വീണ്ടും പരിപോഷിപ്പിക്കുന്നുള്ള ചികിത്സ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ കർക്കിടക ചികിത്സയുടെ നമുക്ക് കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്ന ചികിത്സ എന്നതിനപ്പുറം നമ്മളെ ശരിക്കും മനസ്സിലാക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ സ്വയം പരിശോധിക്കുകയും അതിനനുസരിച്ച് ചികിത്സ സ്വയം ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കി ഒരു ആയുർവേദ ഡോക്ടറെ കാണുകയും അവരിൽ നിന്നും കിട്ടുന്ന ഉപദേശങ്ങളനുസരിച്ച് എന്ത് ചികിത്സയാണോ വേണ്ടത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നിലനിൽപ്പിനും വളരെ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അത് നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് നമ്മുടെ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭാവി തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ കർക്കിടകത്തെ സന്തോഷത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ആ രീതിയിൽ നമുക്ക് പരിപുഷ്ടപ്പെടുത്തി മനോഹരമായ ഒരു ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാം. നമസ്കാരം. Your well-being, our priority.